ഹലോ, ഇന്നൊരു സ്ക്വിഡ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കിത് ഫ്രോസനായി കിട്ടുന്ന സ്ക്വിഡാണ്. നമ്മൾ കഴുകി വൃത്തിയാക്കി അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കാൻ പോവുകയാണ്. പച്ചമുളക്, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ്, ഒരു സവാള, ഒരു തക്കാളി. ഞാൻ കൂടുതൽ ഐറ്റംസൊക്കെ ഫ്രോസനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്കിനി സ്ക്വിഡൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സിസേഴ്സ് ഉപയോഗിച്ചാണ് സ്ക്വിഡ് കട്ട് ചെയ്യുന്നത്. വലിയ സ്ക്വിഡ് ആയതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്യുന്നത്. അമ്മ ഉച്ചക്കത്തെ സാമ്പാർ പ്രിപ്പറേഷൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ സ്ക്വിഡ് റോസ്റ്റിൻ്റെ പരിപാടിയും ചെയ്യുന്നത്. നമുക്ക് നാരങ്ങ ഉപയോഗിച്ച് സ്ക്വിഡ് ഒന്ന് കഴുകാം. കുഞ്ഞ് കരഞ്ഞതുപോലൊന്ന് തോന്നിയാൽ പെട്ടെന്ന് കുഞ്ഞിനെ നോക്കാൻ പോയതാണ്. ഭാഗ്യം കുഞ്ഞ് നല്ല ഉറക്കത്തില്ല. നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ആദ്യമേ എടുത്തു വെക്കാം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ മെഷറിംഗ് സ്പൂൺ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ബൗളിലേക്ക് ഇടാം. കുറച്ച് ഗരം മസാല, പെരുംജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം തന്നെ ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കത് ഒരുമിച്ച് നമുക്ക് പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചൂടായ കടായിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അത് ചൂടായി വന്ന ശേഷം കുറച്ച് കടുക് ഇടുന്നു. അത് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് പെരുംജീരകം ആഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഫ്രോസനായിട്ടുള്ള തേങ്ങാക്കൊത്താണ് യൂസ് ചെയ്യുന്നത്. ആ തേങ്ങാക്കൊത്ത് എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ കിട്ടുന്നൊരു നല്ല അടിപൊളി മണമാണ്. എൻ്റെ മണം വന്നപ്പോൾ ഇവിടെ ഒരാൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണ്. ശരി, എന്നാൽ പിന്നെ കൂടെ കൂട്ടിയേക്കാന്ന് ഞാനും വിചാരിച്ചു. നമുക്ക് ഒരുമിച്ച് തന്നെ ഇപ്പം കുക്ക് ചെയ്യാം. കൊത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് മൂത്തുന്നപ്പോൾ കുറച്ച് കരിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടു. ഉള്ളി നമ്മൾ ആഡ് ചെയ്യുവാണ്. അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഉള്ളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായൊരു ബ്രൗണിഷ് ഷെയ്ഡ് വരുന്നതാണ് എനിക്കിഷ്ടം. വീക്കെൻഡ് ആയിട്ടൊന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. സമയം 1:30 നല്ല വിശപ്പായി തുടങ്ങി. സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിന് നല്ല അടിപൊളി മണമാണ്. നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് മസാലപ്പൊടിയും ചേർത്ത ശേഷം നമ്മൾ തക്കാളിക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കഴുകി വെച്ചേക്കുന്ന സ്ക്വിഡ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് ക്രഷ്ഡ് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് വീട്ടിലെ ഫ്രഷ് മല്ലിയിലയും കൂടെ ആയാലോ. പിന്നെ കുറച്ച് ഫ്രഷ് മല്ലിയിലയും കൂടെ പറിച്ചെടുത്തു. എന്നാ ഒരു മണമല്ലേ ഫ്രഷായിട്ട് മല്ലിയില പറിക്കുമ്പോൾ. കുക്കിങ്ങിൻ്റെ മണം വന്നിട്ടായിരിക്കും കുഞ്ഞിപ്പെണ്ണും ഉണർന്നു. നമ്മുടെ കുക്കിംഗ് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. അച്ഛൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. അടിപൊളി എന്ന് പറയുന്നു. ഓക്കെ, അപ്രൂവൽ കിട്ടിയല്ലോ. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ ശരി, ഞങ്ങൾ കഴിക്കട്ടെ. ബൈ.